രേണു സുധി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറയുന്നത് അവരുടെ രോഗവിവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ ബ്രസ്റ്റ് ക്യാൻസറിന് ചികിത്സയിലാണ്. ആ ചികിത്സയിൽ അവരുടെ ശ്വാസകോശത്തിലേക്ക് അത് പടർന്നിട്ടുണ്ട്. സ്റ്റേജ് 3 ആണോ 4 ആണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ. ഇത് വേറെ ആരുമല്ല, അവരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ വീട് പണിത് കൊടുത്തിട്ടുള്ള ഫിറോസ് എന്നുള്ളൊരു ബിൽഡറാണ് ഫേസ്ബുക്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ഇനി ആരും അവരുടെ എതിരെ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടരുത്. അവരിപ്പോൾ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം വേണമെന്നുള്ള രീതിയിലാണ് ഫിറോസ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ ശരിവെക്കുന്ന രീതിയിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം റീലുണ്ട്. അവരുടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ റിസപ്ഷനിൽ നിൽക്കുന്നതും എനിക്ക് വേണ്ടി ചേച്ചിയും ചേട്ടനും വരി നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടാണ് രേണു ആ റീലിട്ടിട്ടുള്ളത്. രേണു ഒരിക്കലും രേണുവിൻ്റെ ഇൻ്റർവ്യൂവിൽ ഈ രോഗവിവരം അഭ്യൂഹങ്ങളൊക്കെ പടരുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്റ്റാഫ് മുഖാന്തരം ഷഫീന ബീവി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഇത് പുറത്തേക്ക് വിടുമ്പോഴും ഇതിനെ പറ്റി ശരിവെക്കുന്നതോ ശരിയല്ല എന്നുള്ള രീതിയിൽ ഒന്നും രേണു പ്രതികരിച്ചിട്ടില്ല. ഓരോ ഇൻ്റർവ്യൂവിലും ചേച്ചിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേണു ഒരിക്കലും എനിക്കിതില്ല എന്ന് കർട്ടൻ റൈസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതെങ്ങനെ ഹോസ്പിറ്റലിൻ്റെ എത്തിക്സിന് എതിരായിട്ട് പുറത്തു വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ മാമോഗ്രാം എന്നുള്ളൊരു ചെക്കപ്പിൻ്റെ പ്രാധാന്യത്തെ പറ്റി അവർ സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം 30-50 ഇടയിലുള്ള സ്ത്രീകൾ മസ്റ്റായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും മാമോഗ്രാം ചെയ്തിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യകത, അത് നമ്മൾ നേരത്തെ അറിഞ്ഞാലുള്ള ഗുണങ്ങൾ, എങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ മാമോഗ്രാമിന് വിധേയമാവുകയും അവർ സിലിക്കോൺ ബ്രസ്റ്റ് ഘടിപ്പിക്കുന്നതിന് ബോംബെയിൽ ചികിത്സയുടെ ഭാഗമായിട്ട് ചെന്നപ്പോൾ അങ്ങനെ ബ്രസ്റ്റ് അവർ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു സംശയത്തിൻ്റെ മേലാണ് അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ഫർദറായിട്ടുള്ള മാമോഗ്രാമും നീഡിൽ ടെസ്റ്റൊക്കെ ചെയ്യുന്നതും ആ രോഗം സ്ഥിരീകരിക്കുന്നതും ആ രോഗം ഏകദേശം ശ്വാസകോശത്തിലേക്ക് പടർന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വരുന്നതും. എന്തായാലും രേണു സുധിക്ക് എന്തായിരിക്കും ഇത്ര പെട്ടെന്ന് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സുധി മരിക്കുന്നവരെ ഒരു ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടിലായിരുന്നു. സുധി മരിച്ച ഒരു 6-7 മാസത്തിനുള്ളിലാണ് അവർ ദാസേട്ടൻ്റെ കൂടെ, അല്ലെങ്കിൽ ആ ദാസൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെ ആദ്യത്തെ റീല് ചെയ്യുന്നത്. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറഞ്ഞുള്ള ആ ചാന്തുപൊട്ട എന്നുള്ള സിനിമയിലെ പാട്ടിനോട്. അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ വൈറലായിട്ട് മാറുന്നതും പിന്നെ അവരുടെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ ഗ്രാഫ് ഉയർന്നു. തീർച്ചയായിട്ടും അതുവരെ ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടിൽ ജീവിച്ച ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ സെലിബ്രിറ്റി ആയപ്പോഴും വരുമാനം കൂടിയപ്പോഴും അവരുടെ ശ്രദ്ധ മുഴുവനും എങ്ങനെയും മകന് വേണ്ടിയിട്ടും ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് പൈസ സ്വരൂപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ലൈഫ് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ്. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആവുമ്പോൾ അവരൊരിക്കലും അവരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തില്ല. നിരന്തരമായിട്ടുള്ള യാത്രകൾ, ആ യാത്രകളിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, അതും കൂടുതലും പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹോട്ടൽ ഫുഡിനെ ഒരുപാട് അവർ ഈ ഇടയായിട്ട് അവർ ആ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ അവർ പൊറോട്ട, ബീഫ്, അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചത്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും നമ്മൾ അവരുടെ റീലിലൊക്കെ കഴിക്കുന്നത് കാണുന്നത്. പിന്നെ ആൽബം ചിത്രീകരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അപ്പോൾ കിട്ടുന്ന ലോക്കലായിട്ട് കിട്ടുന്ന കടകളിൽ നിന്നുള്ള ഭക്ഷണം. അപ്പോൾ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ ഫോക്കസ് എന്ന് പറയുന്നത്, ആദ്യമായിട്ടുള്ള ഫോക്കസ് പൈസ ഉണ്ടാക്കൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വീടുണ്ടാക്കാനുള്ള ഒരു പൈസ സമ്പാദിക്കണം എന്നുള്ള ഒരു ആക്രാന്തത്തോടു കൂടി തന്നെയാണ് അവർ ജീവിച്ചത്. അവരുടെ മകന് വേണ്ടി ആരുടെയും മുറുമുറുക്കൽ കേൾക്കാതെ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ള ആഗ്രഹത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ അവരവരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തില്ല. മിക്ക സെലിബ്രിറ്റീസും ഒരു 90% കുറച്ച് പൈസയായി 2-3 സിനിമ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അവരൊരു പേഴ്സണൽ ഡയറ്റീഷ്യനെ തന്നെ വെക്കും. അവരുടെ ശരീരഭാരം കൂടാതിരിക്കാനും അവർക്ക് ദോഷകരമായി ഭവിക്കാതിരിക്കാനും കൂടുതൽ ഗ്ലാമർ വയ്ക്കാനൊക്കെ പ്രോട്ടീൻ റിച്ച് ഫുഡ്, വൈറ്റമിൻ റിച്ച് ഫുഡ്, അങ്ങനെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് നമ്മളുടെ രേണുവിൻ്റെ എത്രയും പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കണമെന്ന ചിന്തയുടെ ഭാഗമായിട്ട് അവർ ഹെൽത്ത് ഒന്നും ഒട്ടും ശ്രദ്ധിച്ചില്ല. കിട്ടുന്ന കണ്ടതും കറി ഇതൊക്കെ അവർ കഴിച്ചുകൊണ്ടിരുന്നു ഓരോ ചിത്രീകരണത്തിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ഈ കൊഴുപ്പ് കൂടിയ ഭക്ഷണം പെട്ടെന്ന് ഒരു വ്യക്തി അതുവരെ കഴിച്ചേർന്ന ഭക്ഷണത്തിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ട് പെട്ടെന്ന് അവരുടെ ലൈഫിൽ ഒരുപാട് കൊഴുപ്പുകൾ അവർ ബോംബെയിലും അതുപോലെ ഗൾഫിലൊക്കെ ഈ ഡാൻസ് ബാറിൻ്റെ ഒക്കെ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ അവർ 3-4 ദിവസം ഹോട്ടൽ റൂമിൽ സ്റ്റേ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഭക്ഷണം മുഴുവൻ അവർ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്, ഹോട്ടൽ ഫുഡാണ്. അതിന് അവർക്ക് മറ്റേ ഫുഡ് മതി, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ടുള്ള ഒരു ഫുഡ് കഴിക്കണം, ഇത് മാത്രമേ ഞാൻ കഴിക്കൂ എന്നുള്ള രീതിയിലൊന്നും ആ പാവം ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യാതെ ഈ കിട്ടുന്ന ഭക്ഷണം കഴിച്ച് അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു
ഹോർമോൺ ചേഞ്ച്, ചിക്കനൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ, അതുപോലെ നമുക്ക് പറ്റാത്ത ഭക്ഷണം, നമ്മൾ അതുവരെ കഴിച്ചിരുന്ന ഭക്ഷണം ശരീരം അത് ഉൾക്കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഘടകവിരുദ്ധമായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ തുടർച്ചയായിട്ട് ഒരു വർഷത്തോളം അവർ കഴിക്കുമ്പോൾ അതിലെ ആ കൊഴുപ്പൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ബോഡി ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അവർ ഇത്ര പെട്ടെന്ന് രോഗത്തിന് അടിമയായത്. അത് തിരിച്ചറിയാൻ കാരണം അവർ ആ സിലിക്കോൺ ബ്രസ്റ്റ് വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സ്തന പരിശോധനയിലാണ് ഡോക്ടർ ചെറിയൊരു സംശയം പ്രകടിപ്പിക്കുന്നതും ഫർദറായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആണ്, അത് ശരിയാണെന്ന് മനസ്സിലാവുന്നതും അവരുടനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് അതിൻ്റെ വീണ്ടും പരിശോധനകൾ നടത്തുന്നു, അങ്ങനെ അത് ഉറപ്പാക്കുന്നു. അപ്പോൾ അതിനെ അവർ മെഡിസിൻ അപ്പം തന്നെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്ത് ചെയ്യേണ്ട ചികിത്സയിലേക്ക് രോഗം വഷളായപ്പോഴാണ് തീർത്തും അവരങ്ങനെ. കാരണം അവർ ആദ്യമൊന്നും രോഗത്തിന് അതങ്ങനെ പോട്ടെ, കുറച്ച് നാൾ കഴിയട്ടെ എന്നുള്ള രീതിയിൽ അതിനെ വെറുതെ എന്ന പോലെ വിട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഷൂട്ടിങ്, ഉദ്ഘാടനങ്ങൾ, ഇങ്ങനെ മീതയ്ക്ക് മീതെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഇവർക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലാണ്ടായി പോവും, അവരുടെ വരുമാനം നിലച്ചു പോവും. അപ്പോൾ ആ മെയിനായിട്ടുള്ള പ്രോഗ്രാമൊക്കെ തീർത്തിട്ട് ചികിത്സയിലേക്ക് പോവാം എന്ന് ചിന്തിച്ചതിൻ്റെ ആ ഒരു വിഡിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് രോഗം കുറച്ചെങ്കിലും പടർന്നു എന്നുള്ള രീതിയിലൊക്കെ ഇപ്പം ന്യൂസ് വരുന്നത്. എന്തൊക്കെയായാലും അവർ ഒരുപാട് വേട്ടയാടപ്പെട്ട സ്ത്രീയാണ്. തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് തന്നെ ഹസ്ബൻഡ് മരിച്ച് അവർ സ്വയം അവരറിയാതെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തുകയും അതിൻ്റെ ഫലമായിട്ട് അവർ കേൾക്കാത്ത പഴികളില്ല. സുധിയുടെ ആദ്യത്തെ 2 ഭാര്യമാർക്കില്ലാത്ത ഒരു കമ്മിറ്റ്മെൻറ്റും ഇവർക്ക് സുധിയോടില്ല. എന്തായാലും രണ്ടാമതായിട്ട് കൂടെ ജീവിച്ച ഒരു സ്ത്രീ ഉണ്ട്. അതൊന്നും അല്ലാതെ രേണു സുധി വെള്ളം എടുത്ത് കാണണം, സുധിയുടെ വിധവയായിട്ട് കാണണം എന്നൊക്കെ അവരെ ആ പാവത്തിനെ കൂട്ടമായിട്ട് ആക്രമിച്ച ആളുകൾക്ക് സത്യം പറഞ്ഞാൽ അവരുടെ മനസ്സിലെങ്കിലും ഒരു പശ്ചാത്താപം ഇപ്പോൾ തോന്നേണ്ടതാണ്. ആ സ്ത്രീ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ്, അവരുടെ ഒരു വലിയ കുടുംബത്തിന് മൊത്തം ആശ്രയമായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു അവർ. അവരുടെ അച്ഛൻ, അമ്മ, ചേച്ചി, ഹസ്ബൻഡ്, അവരുടെ കുട്ടികൾ, അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലി തൻ്റെ കുടുംബം പോലെ കൊണ്ടു നടക്കുക. അതിൻ്റെ ഇടയിൽ തൻ്റെ മകൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ വേദനിപ്പിക്കുന്ന, മാനസികമായിട്ട് ടെൻഷനാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ ഉറ്റവരിൽ നിന്ന് തന്നെ ഉണ്ടായി. അവർ മകൻ്റെ പോലെ തന്നെ കരുതി കൊണ്ട് നടന്നിരുന്ന ഹസ്ബൻഡിൻ്റെ ആദ്യ വിവാഹത്തിലെ മകനും ഒക്കെ അവർക്കെതിരെ തിരികെയും അവർ വല്ലാത്തൊരു സമൂഹത്തിൽ അവർ എന്താ പറയുക, അത്രമാത്രം വിമർശനങ്ങൾക്ക് വിധേയമാവുകയും എന്നിട്ടും അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അതിനൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഈ അസുഖത്തിനെതിരെയും തീർച്ചയായിട്ടും അവർ പോരാടും, തിരിച്ചു വരും അവരുടെ ആ ഒരു മകന് വേണ്ടി. പിന്നെയും അവരുടെ സെലിബ്രിറ്റി ലൈഫ് കണ്ടിന്യൂ ചെയ്യും. അതൊക്കെ നമ്മൾ കാശിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.